ഈ ഒരു ഓർഡർ പാക്കിങ് നമ്മുടെ തലശ്ശേരിയിലുള്ള മേഘ രമേശിനാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പ്ലാൻസ് അയച്ചത് സെക്യൂറായിട്ട് എത്താത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ പ്ലാൻസ് അയക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാർ ബാൽസം 5 കോംബോയ്ക്കകത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ കോംബോ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഫ്ലവറിങ് ആയതിൽ നിന്ന് ഒരു സ്റ്റാർ ബാൽസം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതെങ്കിലും 5 കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ ചോദിച്ചത്. പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച് ഒരു സ്റ്റാർ ബാൽസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അയച്ചതും ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഒരു സ്റ്റാർ ബാൽസം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അയക്കുകയുണ്ടായി. പക്ഷേ അത് DTDCൻ്റെ ഡിലേ മൂലം സേഫായിട്ട് എത്തിയില്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാർ സീനിയുടെ ഓറഞ്ച് കളറിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഇത്രയും കട്ടിങ്സ് കൊടുക്കുന്നത് 10 രൂപയ്ക്കാണ് കേട്ടോ. സാധാരണ നമുക്ക് പ്രൊപ്പഗേഷൻ അറിയാവുന്നവർക്ക് ഒരു കുഞ്ഞ് സ്റ്റെം തന്നെ മതിയാവും കേട്ടോ. അത് തന്നെ മതിയാവും സ്റ്റാർ സീനിക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്. പിന്നെ റെഡ് വൈറ്റിൻ്റെ ഒരു കട്ടിങ്സും ഓറഞ്ച് വൈറ്റിൻ്റെ കട്ടിങ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് വൈറ്റിൻ്റെ കട്ടിങ്സ് അത്യാവശ്യം വലുതും റെഡ് വൈറ്റിൻ്റെത് ചെറുതാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് വൈറ്റ് വന്നിട്ട് ഇതുപോലത്തെ ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കാണിച്ചു തരുന്നത് സൈസ് കുറവാകുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബുഷി പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലാൻസ് അയക്കുന്നവർ ലൈവ് പ്ലാൻസ് എന്ന് എഴുതാത്തതിന് കുറച്ച് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് പ്ലാൻസ് ഒന്നും വയ്ക്കാനായിട്ട് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ഓർഡർ പാസ് ചെയ്ത് വിടുമ്പോൾ ലൈവ് പ്ലാൻസ് ഒന്നും വയ്ക്കാറില്ല. പക്ഷേ അത് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ DTDCയിൽ മെൻഷൻ ചെയ്യുമ്പോൾ ലൈവ് പ്ലാൻസ് എന്ന് തന്നെയാണ് വയ്ക്കാറുള്ളത് കേട്ടോ. മുന്നത്തെ ഓർഡേഴ്സിലൊക്കെ നമ്മൾ ലൈവ് പ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്ന കുറച്ച് ഓർഡേഴ്സിനകത്ത് അത് മിസ്സായി പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിക്കറിൽ പുതിയ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ലൈവ് പ്ലാൻസ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പുതിയ സ്റ്റിക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് സ്റ്റിക്കർ നമ്മൾ അയക്കുന്നത് നമ്മുടെ മേഘ രമേശിനാണ് കേട്ടോ. തലശ്ശേരിയിലുള്ള മേഘ രമേശിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിക്കർ വെച്ചിട്ടുള്ള പാക്കിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജിഫിയൊക്കെ നന്നായിട്ട് സെക്യൂർ ചെയ്തതാണ് ഇപ്രാവശ്യം പുള്ളിക്കാരിക്ക് അയക്കുന്നത്. നമ്മൾ എത്രയൊക്കെ സെക്യൂർ ചെയ്താലും നമ്മുടെ DTDC എന്ന് പറയുമ്പോൾ DTDC എല്ലാ കൊറിയർ സർവീസിലും ഉള്ളത് തന്നെയാണ്. പ്ലാൻസിനെ എൻ്റെ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോൾ പ്ലാൻസ് അതിനകത്ത് നിന്ന് അനക്കം സംഭവിക്കും. പിന്നെ മിനിയേച്ചർ പോലുള്ള സെൻസിറ്റീവ് പ്ലാൻസ്, അതായത് പെറ്റൂണിയ മിനിയേച്ചർ പോലുള്ള സെൻസിറ്റീവ് പ്ലാൻസ് ആകുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് അത് കേടുവന്ന് പോവുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് മിനിയേച്ചറൊക്കെ ജിഫിയിൽ നമ്മൾ റൂട്ട് പിടിപ്പിച്ച് അയച്ച പ്ലാൻസ് ആയാൽ കൂടിയും എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതേ ബാഗിനകത്ത് തന്നെ അതിനെ ജസ്റ്റ് ഒന്നും കൂടെ എൻഡ് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് താത്തി വെച്ചാൽ മതിയാവും. പിന്നെ വെള്ളം കൊടുക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതാണ് ജിഫിയിൽ വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത കേട്ടോ. നന്നായിട്ട് സെക്യൂർ ചെയ്ത് നമ്മൾ കട്ടിങ്സ് സെപ്പറേറ്റ് ആയിട്ടും പ്ലാൻസ് സെപ്പറേറ്റ് ആയിട്ടും അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അയക്കുന്ന പ്ലാൻസിന്, അതായത് മിനിയേച്ചറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ചാർജ് ഈടാക്കുന്നില്ല. കാരണം നമ്മുടെ DTDCയുടെ കൊറിയർ ഡിലേയിൽ വന്ന പ്രശ്നമായതുകൊണ്ടാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഒന്നും കൂടി പ്ലാൻസ് അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റ് കട്ടിങ്സിൻ്റെ കൂടെ കുട്ടി പ്ലാൻസിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മറ്റ് കട്ടിങ്സിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഇത്തവണ ബോക്സിനകത്തൊരു സുഷിരമൊക്കെ കൊടുത്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ പാക്കിങ് വരുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും നമ്മളെ പ്ലാൻസ് ഞാൻ ഒട്ടാകെ തന്നെ പ്ലാൻസൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, നല്ല പ്ലാൻസ് ആണോ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പ്ലാൻസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ നമ്മളിതുപോലെ ഒന്നെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിതുപോലെ പ്ലാൻസിനെ ഒന്നുകൂടെ അയക്കാറുണ്ട് കേട്ടോ. നമുക്ക് റീഫണ്ട് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും നമ്മുടെ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് അയച്ചു തരണം. അതാണ് നമ്മളെ ഒരു ക്രൈറ്റീരിയ.